അങ്ങ് സമാധി പൊളിച്ചാൽ പിന്നെ ഈ ഭഗവാൻ പിന്നെ ഇളവയല്ലേ, പ്രളയം വരൂലേ? ഇത് സമാധിയിലിരിക്കുന്ന ശിവനല്ലേ? നിങ്ങൾ ഉയിരിനകത്ത് നിങ്ങൾ ശിവനൊന്ന് പൂജിച്ചെങ്കിലും അതിൻ്റേതായ ഭക്തിയും വ്രതം എടുത്തു നോക്കി. ശിവൻ കൂടെ നമ്മളെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. ഭക്തിയും വ്രതത്തിലാണ് ഭഗവാൻ, സത്യത്തിലാണ് ശിവൻ. കള്ളത്തിൽ ശിവൻ നിൽക്കില്ല, ഒരിക്കലുമില്ല. ഇങ്ങനെ ആരും ഈ ഒരു പവിത്രമായ ക്ഷേത്രത്തിൽ ഇപ്പം തന്നെ നമ്മൾ ഒരു പള്ളിയിൽ ചെന്നിട്ട് ഒരു അച്ഛൻ്റെ തിരുവസ്ത്രം വലിച്ചൂരി എന്ന് പറയുമ്പോഴത്തേക്ക് അത് വേദനാജനകമാണ്. അത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. മഹാപാപത്തിൽ കൂടെയാണ് അതുപോലെ ഒരു പള്ളിയിലായിരുന്നാലും ഒരു അമ്പലത്തിലായാലും ഇങ്ങനെ കയറി ഇത്രയും ഒരു ക്ഷേത്രമാണ്, പവിത്രമായ ക്ഷേത്രത്തിൽ ഇത്രയും ക്രൂരത ഒരാൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് പൊറുക്കാൻ പറ്റത്തില്ല. അത് മഹാപാപമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു ക്ഷേത്ര അമ്പലം ആവട്ടെ പള്ളിയാവട്ടെ ഒരിക്കലും അതിൽ കയറി കളിക്കാൻ പാടില്ല. അതിലൊരിക്കലും അങ്ങനത്തെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളുള്ളതാണ്. ആ ക്ഷേത്രത്തിൽ ഒരിക്കലും അങ്ങനെ കളങ്കപ്പെടുത്താൻ പാടില്ല. കഴിഞ്ഞ ദിവസം ഗോപൻ സ്വാമിയുടെ സമാധി വിവാദമായി വരുമ്പോഴൊക്കെ അവരുടെ കുടുംബാംഗങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടവരാണ്. ആ കൂട്ടത്തിൽ അമ്മ നമ്മളെല്ലാവരും ചാനലുകളിലൂടെയും വിഷ്വലുകളിലൂടെയും ഒക്കെ കണ്ടതാണ്. പക്ഷെ അമ്മയോട് ഇന്നിപ്പോൾ ഗോപൻ സ്വാമിയെക്കുറിച്ചും അദ്ദേഹത്തോടൊപ്പമുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. വിവാദമാക്കാനൊന്നുമില്ല, അമ്മയെ നമ്മൾ വളരെ കൂളായിട്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അമ്മ, എത്ര കൊല്ലമായി അമ്മയുടെയും അച്ഛൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട്? എൻ്റെ 19ാമത്തെ വയസ്സിൽ കല്യാണം, 19 തികഞ്ഞില്ല. അവർക്ക് അന്ന് 33 വയസ്സായിരുന്നു കല്യാണം ആ സമയം. അപ്പം അതിന് മുമ്പ് അവർക്ക് പല പല ആശ്രമങ്ങളിലും ക്ഷേത്രങ്ങളിലും, എല്ലാ ക്ഷേത്രവും ഇന്നില്ല, ശബരിമലയിലെല്ലാം പോവും. പിന്നെ ഇവർ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും സമാധി ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവിടെ തങ്ങും. ഇങ്ങനെയൊക്കെ ആയിരുന്നു, വീട്ടിൽ സ്ഥിരം ഇല്ലായിരുന്നു. എന്നിട്ടും അച്ഛൻ ഇങ്ങനെ വിവാഹം ചെയ്യണമെന്നൊക്കെ താല്പര്യം, പെണ്ണൊക്കെ നോക്കി വരുമ്പം എനിക്ക് കല്യാണം വേണ്ട എന്നങ്ങനെ പോവും. അങ്ങനെയായിരുന്നു. എൻ്റെ വീട് വിളവൂർ പൊറ്റേന്നാണ്. അങ്ങനെ അതുവഴിക്ക് ഇങ്ങനെ അവർ അവിടെ ഒരു ഭദ്രാളി ക്ഷേത്രത്തിൻ്റെ അവിടെ അവരെ ബന്ധു താമസിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ നടന്നു പോയി. ഞാൻ ഞങ്ങളെ വീടൊക്കെ വലിയ മുറ്റമാണ്. ഞങ്ങൾ പണ്ടൊക്കെ കല്യാണം കഴിക്കുമ്പോൾ മുറ്റത്താണ് ഇതിൻ്റെ കതർ മണ്ടമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ മൂത്തേച്ചിയൊക്കെ അയച്ച സമയത്താണ്, കൊച്ചേച്ചിയും മൂത്തേച്ചിയും. അങ്ങനെ ഞാൻ അവിടെ മുറ്റത്ത് നിന്നപ്പോൾ എന്നെ കണ്ടിട്ട് അങ്ങ് പോയി. വീട്ടിൻ്റെ ഞാൻ അറിയുന്നില്ല, വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു നായർ ആണ്ട് ചോദിച്ച് അവിടെ താമസിക്കണം, അവരെ ജാതി എന്തെന്ന് കേട്ടിട്ട് അങ്ങ് പോയി. അപ്പോൾ ഞാൻ ജാതിയും പറഞ്ഞിട്ട് അവർ കേട്ടിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അവരെ സഹോദരിയായിട്ട് പെണ്ണ് ചോദിക്കാൻ നമ്മുടെ വീട്ടിൽ വന്നു. അങ്ങനെ പെണ്ണ് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ് അവൾ 10-18 വയസ്സ് പോലും ആയില്ല, ഇങ്ങനെ അവൾക്ക് ഞാൻ പഠിക്കണമെന്നാണ് ആഗ്രഹം, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്. അപ്പം അമ്മ 10 മാസമാകുമ്പോൾ നഴ്സിങ്ങിനൊക്കെ വിടാമെന്നുള്ള ഒരു ആഗ്രഹത്തിലൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരെ സഹോദരി മൂത്ത ആൾ വന്ന് നിർബന്ധിച്ച് കരഞ്ഞ് കാല് പിടിച്ച് ഇവളെ കെട്ടിത്തന്നില്ലെങ്കിൽ ഞാൻ ചത്തുകളെന്ന് പറഞ്ഞിട്ട് സഹോദരി വന്ന് കിടന്ന് വീട്ടിലിരുന്ന് കരഞ്ഞ് അങ്ങനെ അതങ്ങ് അങ്ങ് കല്യാണം അങ്ങ് നടന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വരുമ്പോഴത്തേക്ക് ശിവനും പാർവതിയുടെ ഫോട്ടോ വെച്ച് അവർ ബെഡ്റൂമിൽ വെച്ച് അവിടെ തിരി കത്തിപ്പം പൂജയും ഒക്കെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്തൊക്കെ ഈ വെളുപ്പ രാവിലെയൊക്കെ ആകുമ്പം ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ തിരിയൊക്കെ കത്തിച്ച് വെച്ച് ഇങ്ങനെ ചമണം കൂട്ടി ഇങ്ങനെ ഇരുന്ന ആൾ നൂന്നെന്ന് പറഞ്ഞ് ഞാൻ ആ സമയം കരയുമായിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ശിവനെന്ന് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പിന്നെ ഈ ദേവിയെയും ഭദ്രാളിയും അയ്യപ്പനെയൊക്കെ വിശ്വാസമുള്ളൂ എനിക്ക്. നമ്മളെ കുടുംബത്തിൽ ഇങ്ങനെ ശിവൻ എന്നുള്ളത് ആരും നാമം എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. അങ്ങനെ ഞാൻ ആദ്യം കരയുമായിരുന്നു. പിന്നെ എന്നെ സമാധാനപ്പെടുത്തി കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. ഹാലാസ്യ മാഹാത്മ്യമുണ്ട്, ഒരു പുരാണ പുസ്തകം അതിവിടെ ഉണ്ട്. ആ ഹാലാസ്യ മാഹാത്മ്യം വാങ്ങിച്ച് തന്ന് ഞാൻ അത് വായിച്ച് വെറുതെ ഇരിക്കുമ്പം, എനിക്ക് തയ്യലായിരുന്നു, എനിക്ക് വെറുതെ ഇരിക്കുമ്പം സമയം കിട്ടുമ്പോൾ വായിൽ തയ്യൽ മിഷ്യൻ എടുത്ത് തന്ന് അങ്ങനെ തയ്ക്കും. എൻ്റെ സമയം അങ്ങനെ കളഞ്ഞു. അങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ വീടുമായിട്ട് ഞങ്ങൾ പൊരുത്തപ്പെട്ടു പോയി. അങ്ങനെ 2-3 മക്കളായി. ഇതിനിടയ്ക്ക് പ്ലാനോളം താമസിച്ച കുടുംബം ആറാലുമുട്ടിലായി. 3 പിള്ളേരായതിനു ശേഷം അവരച്ഛൻ ഇതിനിടയ്ക്ക് മരിച്ച് അവരെയൊക്കെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് സഹോദരി അവിടുത്തെ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടല്ല ഇവരാണ് മാറ്റിക്കൊണ്ടിരുന്നത്. സഹോദരി അയച്ചതും കുടുംബത്തിന് സഹോദരന് പെണ്ണ് കെട്ടി കൊടുത്ത് ഒരു അനിയൻ വേറെ ഉണ്ട്. എല്ലാം അവരെയൊക്കെ സ്വസ്ഥമായി അവർക്ക് വീട് എല്ലാം സഹകരിച്ചപ്പോൾ നമ്മൾ റോഡ് വണ്ടി പോണ ഇടം നോക്കി
വസ്തു വാങ്ങിയാണ് ആറാലുംപടി താമസിച്ചത്. ആ വീട് ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ വിറ്റു. ഈ മക്കൾക്ക് 2 പേർക്ക് ഭാഗമാക്കിയപ്പം വിറ്റു. അതിലൊരു പങ്ക് ഇവിടെയുണ്ട്. മൂത്ത മോന് വേറെ വീടും വെച്ചു. എപ്പോഴാണ് അച്ഛനിങ്ങനെ ഞാനൊരു സമാധിയാകുന്ന ആ ഒരു രീതിയിൽ ജീവിക്കുന്ന ആളാണ്, യോഗി പോലെയാണ്? എൻ്റെ ഈ മക്കൾ 2 പെണ്ണ് കെട്ടാനുള്ള പ്രായങ്ങളായപ്പം ഇവർ അതിന് മുമ്പേ ഇവിടെ കോമ്പ ആശ്രമം വെച്ച്, കോമ്പയല്ല കോമ്പ ആശ്രമം എന്ന പേരിൽ കോമ്പ ആശ്രമമുണ്ട്. ഒരു ഈത്താമൊഴിയിൽ ക്ഷേത്രമുണ്ട്, സമാധി ആണത്, ശിവലിംഗം വെച്ചാണ് ക്ഷേത്രം. നിങ്ങൾ അന്വേഷിച്ചറിയാം. ആ ശിവലിംഗ അവിടെ എന്നെ വർഷം തോറും അവിടെ സമാധി വാർഷികമുണ്ട്. ഞങ്ങളെല്ലാവരും പോവും. ആ പോകുന്ന സമയത്ത് സുചീന്ദ്രൻ ഇങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളും കൊണ്ടുപോകും. വർഷം തോറും ഞങ്ങൾക്ക് 3 പിള്ളേരെയും സുചീന്ദ്രത്താണ് കൊണ്ടുവന്ന് ചോറ് കൊടുത്തത്. ഇങ്ങനെ സർവ്വ ദൈവികമായിട്ട് അങ്ങ് പോവുകയല്ലാതെ സമാധി പറഞ്ഞത് എപ്പോഴെന്ന് പറഞ്ഞാൽ മക്കൾക്ക് കല്യാണം എല്ലാം കഴിച്ച് അവരെ കാര്യങ്ങളെല്ലാം നോക്കി ഇവരെ ധ്യാനം മുടക്കിയിട്ടേ ഇല്ല. മരുത്തമല ഇതിനൊക്കെ ആശ്രമം വെച്ച് മരുത്തമല ഇങ്ങനെ സന്യാസിമാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പോകും. ഞാൻ എല്ലാം കഞ്ഞിയെല്ലാം റെഡിയാക്കി പപ്പടവും ചുട്ട് ഒരു കറി ഒരു കഞ്ഞി വെച്ച് പപ്പടവും ചുട്ട് അവിടെ ഹനുമാർ ക്ഷേത്രത്തിൻ്റെ അവിടെ ഒരുപാട് ആൾക്കാർ അവിടെ വരും, സന്യാസിമാർ. ആ സന്യാസിമാർക്ക് ആ ഉച്ചത്തെ ഭക്ഷണം ഞങ്ങളങ്ങ് വിളമ്പി കൊടുക്കും. പാത്രവും കലവും തട്ടങ്ങളെല്ലാം ആശ്രമത്തിൽ തന്നെ വെച്ചിട്ട് ഞങ്ങളിങ്ങ് പോരും. ഇവിടുന്ന് പോകുമ്പോൾ അരി സാധനങ്ങളായിട്ട് പോകും. ഇപ്പം ഈ അതിന് ശേഷമാണ് ശിവലിംഗം അല്ലാതെ ഈ എന്തൊരു ബാലാലയം ശിവൻ എന്നുള്ള ഒരു ബാലാലയം അവർക്ക് ധ്യാനിക്കാൻ വേണ്ടി അവർ ഈ കൊച്ചു വാതിൽ പോലെ കണ്ടില്ലേ, അവിടെ ബാലാലയം കൊണ്ടുവന്ന് വെച്ച് പൂജിച്ചുകൊണ്ടിരുന്നു. അപ്പം നാട്ടുകാരൊക്കെ നമ്മൾ പൂജയും കാര്യങ്ങളും കൊടുക്കും. മണിയൊക്കെ കെട്ട് തൊഴാനൊക്കെ വരും. അത് 2 ആൽമുഷം ഉണ്ടായിരുന്നു, ഇത്തി മരം. അവിടെ വന്ന ആൾക്കാരിരുന്ന് അവിടെ അവർക്ക് വന്നിട്ട് പോകുമ്പോൾ എല്ലാ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടല്ലോ എന്നൊക്കെ വെച്ച് നാട്ടുകാർ ഞങ്ങളിവിടെ അണയാൻ തുടങ്ങി. നമ്മൾ സഹകരിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടുകാർ ഇത്രയും വരുമ്പം എൻ്റെ ഈ മൂത്തമ്മൻ പറഞ്ഞു, അച്ഛാ നമുക്കൊരു ഈ ക്ഷേത്രം വച്ചത് ബാലാലയം എടുത്ത് അവിടെ വയ്ക്കാം, അച്ഛാ ശിവലിംഗം നമുക്ക് വയ്ക്കാം, നാട്ടുകാരും കൂടെയൊക്കെ തൊഴിലില്ല. അപ്പം ബാലാലയം വെച്ച് പൂജിച്ചുകൂടാ, നാട്ടുകാർക്കൊന്നും കൂടുതൽ ദർശനം കൊടുത്തുകൂടാ, അത് നമുക്ക് ദോഷമാവും. അതുകൊണ്ട് ദോഷം വരില്ല, എങ്കിലും നമ്മളെപ്പോലെ വിശ്വാസമല്ലല്ലോ കാര്യമൊക്കെ വരണത്. അങ്ങനെ ശിവലിംഗം വെച്ച് ഭഗവാൻ നിശ്ചയമാണ് ശിവലിംഗ പൂജയ്ക്ക്. ഞങ്ങൾ എല്ലാം നിങ്ങൾ നട ഉറക്കുമ്പോൾ വന്ന് നോക്കി ബാലാലയവും ശിവലിംഗമായിട്ട് നമ്മൾ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഷടാധാര പൂജയോടെ ക്ഷേത്രം പൂർണ്ണമാക്കി. അത് കഴിഞ്ഞെല്ലാം ചുറ്റുമതിൽ ഇതെല്ലാം ഇതുവരെ കൊണ്ടാക്കി. പിന്നെ നാട്ടുകാരുടെ സഹകരണം എങ്ങനെയാണ് ഉണ്ടായിരുന്നു. നാട്ടുകാർ റിപ്പോർട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. ഉത്സവം വച്ച് തന്നെ കൊണ്ടുവന്നത്. ശിവലിംഗം കൊണ്ടുവരുമ്പം ആറാട്ടും പൂജ എടുപ്പം പോലെയാണ് വണ്ടിയിൽ ക്ഷേത്രത്തിലാണ് ശിവലിംഗം കൊണ്ടുവന്ന് എല്ലാ വിഗ്രഹങ്ങളും ഈ കാണുന്ന പടിക്കെട്ടും എല്ലാം ഈ കാണുന്ന വിഗ്രഹങ്ങളെല്ലാം അപ്പോഴപ്പോഴേ മയിലാടിയിൽ നിന്ന് കൊണ്ടുവരുമ്പം സുചീന്ദ്രൻ ക്ഷേത്രത്തിന് വെളിയിൽ ഇങ്ങനെ റോണ്ട് അവിടെ എല്ലാം കറങ്ങി സുചീന്ദ്രത്തെ അനുവാദം വെച്ചുകൊണ്ടാണ് അവിടെ നിന്ന് വരുന്നത്. ഇപ്പോൾ അമ്മയുടെ അടുത്ത് 3 ദിവസം മുന്നേ പറഞ്ഞു ഇങ്ങനെ സമാധി ദിവസം അടുത്തു എന്നുള്ളത്. അങ്ങനെ സമാധി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ 3 ദിവസത്തിനകത്ത് ഞാൻ പോവും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ മോൻ്റെ ഈ പോറ്റി എന്നുള്ള മോൻ്റെ അവർ 2 പേരും സമാധിയാവുമ്പോൾ മോനെ പൂജ പ്രത്യേകം പഠിപ്പിച്ചു. ഈ യോഗ മോൻ ചെയ്യും. യോഗ പഠിപ്പിച്ച് ഋഷിപീഠത്തിൽ ധ്യാനത്തിനെ പറ്റി അതിൻ്റെ വശങ്ങൾ മോന് പറഞ്ഞു കൊടുക്കും. സ്വാമിമാർ സമാധിയാവണത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കും. ഈ പോറ്റിക്കാണ് പറഞ്ഞോണേ. കമ്പനി പോകണവന് സമയം കാണില്ല. ദൈവീകത്തിൻ്റെ അവർ ടച്ച് വേറെയല്ലേ മാതിരി കമ്പനി. അപ്പം ഈ ശ്രദ്ധയുള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ മൈൻഡ് ഇല്ലാത്തവർക്ക് പറഞ്ഞാൽ അവർക്ക് വേറെ തെറ്റിദ്ധാരണ വരും. മനസ്സില്ലാത്തവർക്കൊന്നും ഈ ദൈവീകത്തെ പറ്റി പറഞ്ഞുകൂടാ. പറഞ്ഞാൽ അത് അവർക്ക് ക്ഷയം വരും ദൈവീകത്തെ പറ്റി. അപ്പം ഹിന്ദു ധർമ്മം അറിഞ്ഞവർക്ക് ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കാം. ഇപ്പം ഇത് ആവശ്യമായിട്ടാണ് പറയാത്തത്. അമ്മയ്ക്കിപ്പോൾ മരുത്തമലയിൽ ഞാൻ ഗുഹയിൽ മരുത്തമല കോമ്പ ആശ്രമത്തിൻ്റെ നേരെ ഒരു കുറച്ച് നടക്കുമ്പം ഒരു വലിയ ഗുഹയുണ്ട്. ആ ഗുഹയ്ക്കകത്ത് എത്രയോ ശിവലിംഗം ഇരുന്ന് ആ ഗുഹയ്ക്കകത്ത് ഞാനും എൻ്റെ ഭർത്താവും കൂടെ ഇരുന്ന് അവിടെ ഇരുന്ന് ഞങ്ങൾ 2 പേരും ഇരുന്ന് ധ്യാനിച്ച് ഏറ്റവും ഉയരെ പോയി അവിടെ ഒരു ഹനുമാൻ്റെ അവിടെ നിന്ന് അവിടെ ധ്യാനിക്കുന്ന ദൈവത്തിൻ്റെ പ്രസാദം വരെ നമുക്ക് തന്നു. നമ്മളങ്ങനെ അത്ര നമ്മൾ ഭക്തരാണ്. അമ്മയ്ക്ക് ഇപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടായപ്പോൾ പേടിയുണ്ടോ, ടെൻഷനുണ്ടോ? അമ്മയ്ക്ക് എന്തോ പേടിയില്ല, സമാധിയാണ്. നമ്മൾ കരഞ്ഞു ശരി തന്നെ. ശിവനെ വിളിച്ചു നമ്മൾ ഓം നമഃ ശിവായ മന്ത്രം പറയുമ്പം ശിവൻ ശക്തി തരും. ശിവശക്തിയാണ് സമാധി. ശിവനാണ് വന്നിരിക്കുന്നത്. ഇപ്പം എൻ്റെ ഭർത്താവെന്ന് പറയാൻ ഒരു അധികാരമില്ല. ശിവനാണ് ഇരിക്കുന്നത് സമാധിയിൽ. നിങ്ങളെ ഉയരിലും ശിവൻ, എൻ്റെ ഉയരിലും ശിവൻ. ശിവനില്ലാതെ ഒരു ജീവനും ഇല്ല. ഭഗവാൻ ശിവൻ
അടയ്ക്കണതും അതിനെ വെളിയിലെടുത്ത് കളയണതും ശിവൻ അറിയാതെ വരൂല. ഓം ബ്രഹ്മാവിഷ്ണു മഹേശ്വരൻ എന്ന് പറയുന്ന സ്ഥാനം ഉണ്ടെങ്കിലും ബ്രഹ്മാവ് ഈ വിധി എഴുതാനേ പറ്റൂ. ഈ വിഷ്ണു എന്ന് പറയുന്നത് അങ്ങേര് അവിടെ ഇതിൻ്റെ പിറകെ കിടന്ന് സ്ഥിതി സംഹാരമൂർത്തി ഇങ്ങനെ അവൻ ഓം നമശിവായ എന്നുള്ള മന്ത്രം ഉരുവിടുന്ന അവസാനമാണ്. പിന്നെ ആദിയും അന്തവും ശിവനാണ്. ആ മഹാലാസ്യം ഇപ്പം ഏകദേശം ഒരു ഭക്തർക്ക് തലച്ചോറിൽ കയറും. അല്ലാത്തവരുടെ പറഞ്ഞാൽ നമുക്ക് ഭ്രാന്ത് വരും. അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? മക്കൾ ഇത്രയും കഷ്ടപ്പെടുന്നു, അവരിതിനെ അച്ഛന് വേണ്ടി ഞങ്ങൾ ചെയ്തതാണ്, അച്ഛൻ്റെ ആഗ്രഹം അനുസരിച്ച് ചെയ്തതാണ് എന്ന് അവർ സമൂഹത്തിനെ മനസ്സിലാക്കിക്കാൻ അവർ വളരെയധികം ബുദ്ധിമുട്ടുന്നു. അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? മോൻ പറയുന്നത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. എൻ്റെ ഭർത്താവെന്നല്ല, ഇപ്പം കൈലാസാൻ എന്നാണ് ഞാൻ സങ്കല്പിച്ച് നിങ്ങളുടെ സത്യം പറഞ്ഞാൽ കരയുന്നില്ല, സന്തോഷമായിട്ട് ഭഗവാന്റെ ഈ കൈലാസാൻ്റെ ജീവനാണ് ഇപ്പോൾ സമാധിയിലിരിക്കുന്നത്. ആർക്ക് വേണോ എന്തും ചെയ്യാം. കാരണം തീയിൽ തൊട്ട കൊച്ചു നിസാര നിലവിളക്കിൽ തീ തട്ടിയാൽ എങ്ങനെ ഇരിക്കും? ശിവനെ തൊട്ട് എങ്ങനെ ഇരിക്കും? ഉദിക്കുന്ന സൂര്യനെ തൊട്ടാൽ എങ്ങനെ ഇരിക്കും? ഇതേപോലെയുള്ള ഒരുപാട് കഥകളുണ്ട്, പറഞ്ഞാൽ തീരൂല. നമ്മൾ പറഞ്ഞ് നമ്മൾ ക്ഷീണിക്കുകയുള്ളൂ. എന്ത് വന്നാലും നേരിടാനുള്ള മനസ്സാണ്. എന്ത് വന്നാലും നേരിടാന്ന് പറഞ്ഞാൽ ഞാനല്ല നേരിടുന്നത്. ശിവൻ തരുന്ന ശക്തി എനിക്ക് നിന്ന് നേരെ നടക്കാനുള്ള ശക്തിയില്ല. സംസാരിക്കുന്നത് ശബ്ദങ്ങളെല്ലാം അടങ്ങി. ഞാൻ ശിവനെ വിളിക്കുമ്പോൾ വീണ്ടും എനിക്ക് നാവ് ഉയരും. മനസ്സിലാക്കണം. ആഹാരം ഇറങ്ങണില്ല. സത്യം ഈ ഇങ്ങനെ സങ്കടം കൊണ്ട് ആഹാരം ഇറങ്ങാത്തതാണ്. അങ്ങനെ ആണെങ്കിലും ഞാൻ ഭഗവാൻ വിചാരിക്കുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു ശക്തി ഭഗവാൻ തന്നോണ്ട് ഞാൻ ആ കൊണ്ടുപോകുന്ന ആ സമയത്ത് ഞാൻ അങ്ങ് സമാധി പൊളിച്ചാൽ പിന്നെ ഈ ഭഗവാൻ പിന്നെ ഇളവയല്ലേ, പ്രളയം വരൂലേ? ഇത് സമാധിയിലിരിക്കുന്ന ശിവനല്ലേ? നിങ്ങൾ ഉയിരിനകത്ത് നിങ്ങൾ ശിവനൊന്ന് പൂജിച്ചെങ്കിലും അതിൻ്റേതായ ഭക്തിയും വ്രതം എടുത്തു നോക്കി. ശിവൻ കൂടെ നമ്മളെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. ഭക്തിയും വ്രതത്തിലാണ് ഭഗവാൻ, സത്യത്തിലാണ് ശിവൻ. കള്ളത്തിൽ ശിവൻ നിൽക്കില്ല. ബഹുമാനപ്പെട്ട തിരുവനന്തപുരത്തെ RDOയും അതുപോലെ DYSPയും അതുപോലെ ഇവിടുത്തെ SHOയും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വന്നത് ഇത് കേവലം ഒരു ക്രമസമാധാന പ്രശ്നമായിട്ട് മാത്രമാണ് അവർ കണ്ടത്. ആ സമയത്ത് നമ്മൾ പറഞ്ഞു ഇതൊരു കേവലം ക്രമസമാധാന പ്രശ്നമല്ല, ഇതേതെങ്കിലും ഒരു ബോഡിയെ എവിടെയെങ്കിലും കുഴിച്ചിട്ടു അത് പോലീസ് ഉദ്യോഗസ്ഥരത് തിരഞ്ഞെടുക്കുന്ന ഒരു സംഭവമല്ല. ആദ്യം അത് വളരെ ലാഘവത്തോടുകൂടിയാണ് പോലീസ് കണ്ടത്. പക്ഷേ ഇവിടെ ഈ ഒരു വളരെ ആചാരപ്രകാരമുള്ള ഒരു സമാധിയാണ് ഇവിടെ നടത്തിയത് എന്നുള്ള നമ്മുടെ ഒരു കൺസേൺ അവർക്ക് മനസ്സിലാവുകയും അതിനുശേഷം RDO കുടുംബവുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറായി. 2 മക്കളും ഞാനും അതുപോലെ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരനും ഒക്കെ ഇടപെട്ട് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ വെച്ച് അതിൻ്റെ ചർച്ചയുണ്ടായി. ആ ചർച്ചയിൽ ഇന്നലെ അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി നമുക്കിതിനെ സംബന്ധിച്ചൊരു നോട്ടീസ് തന്നു. ഇനി എന്നാണിത് ഇങ്ങനെ ഒരു പോലീസ് നടപടിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ തന്നെ മുന്നോട്ട് പോകുന്നത് RDOയുടെ ഒരു തീയതി തീരുമാനിച്ചുള്ള ഡേറ്റ് അതും നമുക്ക് തരുമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എവിടെയെങ്കിലും അത് നമ്മുടെ കൺസേൺ പറയാനുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം എന്നുള്ളൊരു അവസരവും പോലീസ് തരികയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു 3-4 ദിവസത്തെ കാര്യമല്ല ഇന്നലെയോടുകൂടി നടന്നത്. നമ്മുടെ ഭാഗവും ഈ പാവപ്പെട്ട ഈ കുടുംബത്തിൻ്റെ ഒരു കൺസേണും അതും കേൾക്കണം, അതൊരു നാച്ചുറൽ ജസ്റ്റിസിൻ്റെ ഭാഗമാണ് എന്നുള്ള കൃത്യമായിട്ടൊരു കൺസേൺ ഇപ്പോൾ അധികൃതർക്കും അതുപോലെ RDOയ്ക്കും ഒക്കെ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അത് ഒരു പൊതുസമൂഹത്തിൻ്റെ കൂടെ ഒരു പിന്തുണ. ഒരു 2 ദിവസങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം അവരെ എല്ലാവരെയും ഒരു വിക്ടിമൈസ് ചെയ്യുന്നൊരു കാര്യമായിരുന്നു. അതിനുശേഷം അതിപ്പോൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരു ശുഭോദർക്കമായിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവരുടെ ഭാഗവും കേൾക്കണം എന്ന് അവർക്കൊരു തീരുമാനമുണ്ടായി. അതിൻ്റെ ഒരു തീരുമാനമാണ് ഇന്നലെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. സർ, പഴയ കാലത്ത് ഇതുപോലുള്ള സമാധി സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ലോകം പുരോഗമിച്ചപ്പോൾ അതിൽ നിന്ന് മാറ്റമുണ്ടായി എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു തെറ്റായ കാര്യമായിട്ട് നമ്മൾ വിവക്ഷിക്കേണ്ട കാര്യമില്ല. സമൂഹത്തിന് നമുക്ക് നൽകാൻ സാധിക്കുന്ന ഒരു മെസ്സേജ് ഇതൊരു കുടുംബത്തിൻ്റെ മാത്രം പ്രശ്നമാണ്, അവരുടെ മാത്രം വിശ്വാസമാണ്. സമൂഹത്തിന് നൽകാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്നുള്ള രീതിയിൽ 2 വാക്ക് പറയാമോ? അല്ല, ഇതിനകത്തൊരു വിഷയം ഒരു പിതാവിൻ്റെ സംബന്ധിച്ചുള്ളൊരു മരണത്തിൽ ആത്യന്തികമായിട്ട് അതിൽ ഒരു ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നവർ ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. അപ്പോൾ ഈ കുടുംബമായിട്ട് ഈ അമ്മ അതുപോലെ 2 മക്കൾ, അദ്ദേഹത്തിന് 2 മക്കളേ ഉള്ളൂ നിലവിൽ. ആ 2 അമ്മയും 2 മക്കളും ഒക്കെ തന്നെ അവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും മറ്റേതെങ്കിലും തരത്തിലുള്ള തർക്കമോ സ്വത്ത് തർക്കമോ ഒന്നുമില്ല. പക്ഷേ ഉള്ള തർക്കം ഏതാ? ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വഴിത്തർക്കവും
ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മുൻ ഭരണസമിതിയിലെ ആൾക്കാരെയൊക്കെ തന്നെ മാറ്റി നിർത്തിയതും അവരുടെ പല കാര്യങ്ങളുമായിട്ടും അദ്ദേഹത്തിന് മൺമറഞ്ഞുമായ ഗോപൻ സ്വാമികൾക്ക് പൊരുത്തപ്പെടാൻ കഴിയാതെ വന്നതും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട തർക്കമാണ്. ആ തർക്കത്തിലുള്ള ആൾക്കാരാണ് ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ളൊരു സമാധിയെ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ആരാണ് ഇതിൻ്റെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വെസ്റ്റഡ് ഇൻട്രസ്റ്റിന് ഒരിക്കലും ഈ നാട്ടിലെ ഭരണകൂടം കൂട്ടുനിൽക്കരുത്. ഗോപൻ സ്വാമിയുടെ മകൻ രാജസേനനാണ് ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഉള്ളത്. രാജസേനൻ അന്നു മുതൽ അച്ഛൻ്റെ പാതയിൽ തന്നെയാണ്, ക്ഷേത്ര സംബന്ധിയായ കാര്യങ്ങളിൽ ഒക്കെ ശ്രദ്ധ ഊന്നി ജീവിക്കുന്ന ആളാണ്. നമുക്ക് രാജസേനനോട് കാര്യങ്ങൾ ചോദിക്കാം. അച്ഛൻ സമാധിയാവും, അച്ഛൻ്റെ അവസാനം കാലങ്ങൾ അങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാം. എന്നിരുന്നാൽ പോലും നമുക്ക് ജന്മം തന്ന അച്ഛൻ ഇല്ലാതെയാകുമ്പോൾ നമുക്ക് വേദന സഹിക്കാനാകില്ല. അതൊരു യോഗീശ്വരൻ എന്നുള്ള അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ അതിൽ നിത്യതയിൽ ലയിക്കുന്നു എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചാലും ആ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് രാജസേനൻ? നമ്മുടെ അച്ഛൻ എന്ന് പറയുന്നത് ഈശ്വരനിൽ ലയിക്കുമെന്നിടത്തോളം അതുകൊണ്ട് ആ സമാധി ആകുന്നതുകൊണ്ട് നമുക്ക് സന്തോഷമുള്ളൂ. അച്ഛൻ ഇവിടെ കിടന്ന് അച്ഛൻ മരിച്ചിരുന്നു എങ്കിൽ അത് സങ്കടജനകമായിരുന്നു. സമാധി കൊണ്ട് നമ്മൾ ഇരുത്തുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ സങ്കടം വേറെ ഒന്നും കാണും. എൻ്റെ അച്ഛൻ ഇവിടെ കിടന്ന് മരിച്ചിരുന്നെങ്കിൽ. പക്ഷേ കിടന്ന് മരിക്കാതെ എൻ്റെ അച്ഛൻ അവിടെ ചെന്നിരുന്ന് പത്മാസനത്തിൽ ചെന്നിരുന്ന് അവിടെ ഇരുന്ന് തൻ്റെ ഈശ്വരനെ പ്രാണായാമ കലകളിലൂടെ ശ്വാസം എടുത്ത് ചെയ്ത് അവിടെ ചെന്നിരുന്ന് ആ ഭഗവാനിൽ ലയിച്ചപ്പം സന്തോഷമുണ്ട്. ഈശ്വരനിൽ ലയിച്ചല്ലോ. അന്ന് സ്വർഗവാതിൽ ഏകാദശിയായിരുന്നു. ആ ഭഗവാന്റെ അടുത്ത് ലയിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ നേരത്തെ കണ്ടിരിക്കുന്നു. നമ്മൾ പോലും നോക്കില്ല. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് അന്ന് ഡേറ്റ് എഴുതി വയ്ക്കണം. അച്ഛൻ്റെ സമാധി വാർഷികം നടത്താനുള്ളതാണ്. അപ്പം ഡേറ്റ് എഴുതി വയ്ക്കണം. ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് അന്ന് സ്വർഗവാതിൽ ഏകാദശി. അപ്പോൾ ഇത്രയും അച്ഛൻ നേരത്തെ മുൻകൂട്ടി കണ്ടിരിക്കുന്നു. നമ്മളടുത്തോലും അമ്മയുടെ അടുത്ത് 3 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു പോകുമെന്ന്. അപ്പം എൻ്റെ അടുത്ത് സമയമായപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് സമാധിയാവുന്നു. അങ്ങനെയാണ് അച്ഛൻ പോകുന്നത്. അവിടെ എത്രമാത്രം ഹിന്ദു സംഘടനകളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഇതിലുണ്ടാകും എന്ന്, ഒരു വിവാദം ഉണ്ടായപ്പോൾ ഇത്രമാത്രം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചോ? ഒരിക്കലുമില്ല. ഇങ്ങനെ ആരും ഈ ഒരു പവിത്രമായ ക്ഷേത്രത്തിൽ ഇപ്പം തന്നെ നമ്മൾ ഒരു പള്ളിയിൽ ചെന്നിട്ട് ഒരു അച്ഛൻ്റെ തിരുവസ്ത്രം വലിച്ചൂരി എന്ന് പറയുമ്പോഴത്തേക്ക് അത് വേദനാജനകമാണ്. അത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. മഹാപാപത്തിൽ കൂടെയാണ് അതുപോലെ ഒരു പള്ളിയിലായിരുന്നാലും ഒരു അമ്പലത്തിലായാലും ഇങ്ങനെ കയറി ഇത്രയും ഒരു ക്ഷേത്രമാണ് പവിത്രമായ ഈ ക്ഷേത്രത്തിൽ ഇത്രയും ക്രൂരത ഒരാൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് പൊറുക്കാൻ പറ്റത്തില്ല. അത് മഹാപാപമാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു ക്ഷേത്രം അമ്പലം ആവട്ടെ പള്ളിയാവട്ടെ ഒരിക്കലും അതിൽ കയറി കളിക്കാൻ പാടില്ല. അതിലൊരിക്കലും അങ്ങനത്തെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളുള്ളതാണ്. ആ ക്ഷേത്രത്തിൽ ഒരിക്കലും അങ്ങനെ കളങ്കപ്പെടുത്താൻ പാടില്ല. ഇനിയിപ്പോൾ നിയമത്തിൻ്റെ വശത്തിൽ ഇത് കല്ലറ പൊളിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് എന്ന് വയ്ക്കൂ. രാജസേനൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. എന്തായിരിക്കും അപ്പോൾ എടുക്കുന്നത്? പോകുന്നതുവരെ ഞാനത് പോരാടും. എൻ്റെ പ്രാണൻ അവസാനിക്കുന്നവരെ ഞാൻ അത് പോരാടുക തന്നെ ചെയ്യും. അങ്ങനെ ആ അത്രയും പവിത്രമായിട്ടുള്ള അച്ഛൻ്റെ സമാധി മണ്ഡപത്തിനെ എടുത്ത് കളയുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നടക്കാൻ പാടില്ല. അതായത് എൻ്റെ അച്ഛൻ സമാധിയാവുന്ന സമയത്ത് പിന്നെ ഈ ആ പത്മാസനം ഇരുന്നു കൊണ്ട് എന്നെ അനുഗ്രഹിച്ചതിന് ശേഷം അച്ഛൻ്റെ ഈ ഓരോന്ന് അപ്പോൾ എല്ലാവരെയും അറിയിച്ചിട്ടാണ് നമ്മൾ ഈ കർമ്മം ചെയ്യണമെങ്കിൽ അച്ഛൻ്റെ ഏകാഗ്രത നഷ്ടപ്പെടും. അപ്പോൾ അത് ഈ ധ്യാനം ക്രമം ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് ശ്രദ്ധ പോവുകയും ഇങ്ങോട്ട് മനസ്ചാഞ്ചല്യം വരികയും ചെയ്യണമെങ്കിൽ അച്ഛൻ്റെ മുഹൂർത്തം തെറ്റും. ഈ സമയം തെറ്റിക്കഴിഞ്ഞാൽ എല്ലാം പോയി. അത് അച്ഛനറിയാം. അച്ഛന് അതുകൊണ്ട് ഈ സമയം അങ്ങനെ വിധിപ്രകാരമുണ്ട്. അതായത് തൻ്റെ പ്രിയ ശിഷ്യനോ അല്ലെങ്കിൽ പ്രിയ പുത്രനോ ഈ കർമ്മങ്ങൾ നേരിട്ട് കണ്ട് ആ കർമ്മങ്ങൾ ചെയ്യണം. അത് കൃത്യമായിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് എൻ്റെ അച്ഛൻ അത് ചെയ്തിരിക്കുകയാണ്. അതെന്ന് പറഞ്ഞാൽ കാണാൻ പാടില്ല അങ്ങനെ. ആ സമയത്ത് അങ്ങനെ ചൈതന്യത്തോടെ ഇരിക്കുന്ന സമയത്ത് ഈശ്വരനിലിരിക്കുന്ന സമയത്ത് അങ്ങനെ ഈ വർണ്ണവരും പോണവരും അങ്ങനെ കാണേണ്ടതല്ല. അത് ചുമ്മാ വെറുതെ ഇങ്ങനെ ആൾക്കാർക്ക് പറയാം നീ എന്നെ കാണിക്കത്തെന്ത് അവരെ കാണിക്കുന്നത്. ആ സമയത്ത് അങ്ങനെ കാണിക്കാൻ പാടില്ല. നമ്മുടെ ഷടാധാര ലിംഗപ്രതിഷ്ഠ ചെയ്യുന്ന സമയം, അതായത് മഹാലിംഗ പ്രതിഷ്ഠ ചെയ്യുന്ന സമയം, അതായത് താന്ത്രിക ആചാര വിധിപ്രകാരം നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ ഷടാധാര ലിംഗപ്രതിഷ്ഠ ചെയ്യുന്നു. തന്ത്രിയും ക്ഷേത്ര മേൽശാന്തി മാത്രമേ അതിനകത്ത് കാണാൻ പാടുള്ളൂ. എന്നിട്ട് പ്രതിഷ്ഠ കഴിഞ്ഞ് അഷ്ടബന്ധം ചെയ്തതിന് ശേഷം മാത്രമേ ഭക്തജനങ്ങൾക്ക് ദർശനം പോലും ഉള്ളൂ. ആ ശക്തിയും ഈശ്വര ശക്തിയും ശിവനും ലയിക്കുന്ന സമയമാണ് ഈ പ്രതിഷ്ഠ പോലും. അപ്പോൾ തന്ത്രിയും അതിനകത്ത് പ്രതിഷ്ഠ ചെയ്യുന്ന അതുപോലെയാണ് ഇത് സമാധി എന്ന് പറയുന്നത്. അത് ഈശ്വരവുമായിട്ട് ബന്ധപ്പെട്ട കണക്ടിവിറ്റിയാണത്. അത് ഒരിക്കലും അത് നമ്മൾ തെറ്റിക്കാൻ പാടില്ല. ആചാരങ്ങൾ ആ താന്ത്രിക ആചാര വിധിപ്രകാരം ചെയ്തിരിക്കുന്നത് അങ്ങനെ തെറ്റിക്കാൻ പാടില്ല. പറഞ്ഞവരും പോണവരും എങ്കിൽ പിന്നെ എല്ലാം തുറന്ന് കാണിച്ച് പ്രതിഷ്ഠ ചെയ്താൽ മതിയല്ലോ. എല്ലാവരും കാണാക്കെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞ് കാണിക്കാമല്ലോ. അങ്ങനെ കാണിക്കാൻ പാടില്ല. നമ്മൾ തന്നെ ഉദാഹരണത്തിന് നമ്മൾ സ്നാനകർമ്മങ്ങൾക്ക് പോകുന്നു. എല്ലാവരും കാണിച്ചുകൊണ്ട് സ്നാനകർമ്മം ചെയ്യുന്നത് അല്ല.
അപ്പോൾ അതിൻ്റേതായിട്ടുള്ള 3:30 ബ്രാഹ്മ മുഹൂർത്തത്തിലുള്ള സ്നാനകർമ്മങ്ങളുണ്ട്. എല്ലാവരും വിളിച്ചോണത് ഓരോന്നിനും അതിൻ്റെ അച്ചടക്കവും ചിട്ടയും മര്യാദയും എല്ലാം ഉണ്ട് അതിനകത്ത്. ആ ചിട്ടപ്രകാരം എല്ലാം ചെയ്തേ പറ്റൂ, തെറ്റിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ തന്നെ ഒരു ഉദാഹരണത്തിന് വൈദ്യുതി ലൈൻ ഒരു വീട്ടിൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചിട്ടാവട്ടങ്ങളും കാര്യങ്ങളും നമ്മൾ ചെയ്ത് കണക്ഷൻ കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഫീസ് അടിച്ചു. അതുപോലെയാണ് എല്ലാം അങ്ങനെയാണ്. നമ്മൾ ശരിയായ രീതിയിൽ എല്ലാം ചെയ്താലേ ആ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ. ആ യന്ത്രം ശരിയായ രീതിയിൽ ചെയ്താലേ എല്ലാം ആ യന്ത്രം പ്രവർത്തിക്കുകയുള്ളൂ. അതുപോലെയാണ് ഇതും. തെറ്റായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള വിഷയങ്ങളുണ്ടാവും അവിടെ. പുത്രന്മാർ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അച്ഛനെ സംരക്ഷിക്കുന്നവരും അതുപോലെ അവസാന കാലത്ത് നരകത്തിൽ നിന്ന് അച്ഛനെ സ്വതന്ത്രരാക്കുന്നവരും എന്നാണ് വിശ്വാസം. 2 പുത്രന്മാർ അച്ഛൻ പറഞ്ഞ വാക്കുകൾ അക്ഷരം പ്രതി പാലിച്ചിരിക്കുന്നു. പക്ഷേ അതൊരു വലിയ വിവാദത്തിലെത്തുമെന്നവർ പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഇത്തരം കാര്യങ്ങൾ അത് പോകുന്നത് നിയമത്തിൻ്റെ വഴിക്ക് അതിൻ്റേതായ രീതിയിൽ പോകട്ടെ. എന്നിരുന്നാൽ പോലും കുടുംബത്തിന് പറയാനുള്ളത് എന്താണ് എന്നുള്ളത് പൊതുജന സമക്ഷം എത്തണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം.